ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയായില്ല. ഇന്നേ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. മുടിയല്ല കേട്ടോ. ഈ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ കാണിക്കുന്നത് വേറൊന്നുമല്ല. മുടിയുടെ അവിടെ ഇവിടെയൊക്കെ ഒത്തിരി മുടി പൊഴിച്ചിലാന്നേ. അവിടെ ഇവിടെ എല്ലാം മുടി പൊഴിയുന്നുണ്ട്. അത് നോക്കുക കേട്ടോ. എൻ്റെ ഭംഗിയെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നെ കണ്ടിട്ടും കാണാത്ത മട്ടിയിൽ നിന്ന് ഒരാൾ എൻ്റെ ലിഫ്റ്റിക്ക് എടുത്ത് പയറ്റുന്നതാണ് കേട്ടോ. അത് ഇടാൻ കൊള്ളത്തില്ലടി എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ നോക്കി പുഞ്ചിരി. അവൾ ചോദിച്ച ചോദ്യം എന്നാണെന്നറിയോ? അമ്മ ഇടുന്നുണ്ടല്ലോ, പിന്നെ ഞാനിട്ട് എന്നാ കുഴപ്പം? ഇതാണ് കേട്ടോ അവൾ ചോദിച്ചത്. മനെ കൊള്ളത്തില്ല, അങ്ങനെ ഇങ്ങനെ അമ്മ വേറെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവിടുന്ന് മേടിച്ച് അവളുടെ പാടിന് പോയിട്ടോ. പിന്നെ ഫ്രിഡ്ജ് തുറന്നു, ഫ്രിഡ്ജിനകത്ത് കറി വെക്കാൻ വെച്ചിരുന്ന 2 ബീട്രൂട്ട് പെട്ടെന്ന് എടുത്തു. പിന്നെ നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയെല്ലാം ചെത്തി നല്ല നീറ്റായിട്ട് ചെത്തിയെടുക്കുകയാണ് കേട്ടോ. കറുമുറ 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 പെട്ടെന്ന് പീൽ ചെയ്ത് മാറ്റി. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. അമ്മ ഒരു സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞത് കൊണ്ട് 24 മണിക്കൂറും പുറകെ വന്ന് നോക്കുന്നുണ്ടേ. നമ്മളതെല്ലാം കഴുകി നല്ല നീറ്റായിട്ട് എടുത്തതാ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച സാധനം കേട്ടോ. ഒരു വെടിക്ക് 2 വഷിയല്ല, ഒരു വെടിക്ക് 5 വഷി. ഇത് മീഷോയിൽ നിന്ന് മേടിച്ചാണ്. ഇതിന് 5-6 ഭാഗങ്ങളാണ്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല പ്രയോജനപ്പെടുന്ന സാധനമാണ്. നമ്മൾ ഒരെണ്ണത്തിന് വേണ്ടി നമുക്ക് എന്തും യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ മേടിച്ച സാധനമാണ്. പിന്നെ അവിടെ നൈസായിട്ട് ചിരിച്ചിരാന്ന് പറഞ്ഞ് ചിരകി മാറ്റിയിട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല റെഡ് കളർ കിട്ടി, നല്ല ബീട്രൂട്ടായിരുന്നേ. ഇത് കണ്ടോ എന്താ രസമല്ലേ. അതിട്ട് ഇത് നമ്മൾ കഴിക്കാൻ, ഇത് ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ കാരണം വേറൊന്നുമല്ല, നമുക്ക് കഴിക്കുന്ന സാധനം കൊണ്ട് മക്കൾക്ക് വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പിള്ളേരെ അടുത്ത് മുഖത്ത് തേച്ചാലൊന്നും വിഷയമില്ലല്ലോ. പിന്നെ ഒരു വൃത്തിയുള്ള ഒരു ജാറിലേക്ക് അത് നന്നായിട്ടെടുത്ത് അരച്ചെടുത്തു കേട്ടോ ഞാൻ. നിൻ്റെ കയ്യിൽ അതിന് നല്ല കളറുണ്ടായിരുന്നു കേട്ടോ. അരച്ചെടുത്തതേ. എന്നിട്ട് ഞാൻ നന്നായിട്ട് അതങ്ങ് പിഴിഞ്ഞെടുത്തിട്ടുണ്ടേ. നല്ല രസം, എന്ത് രസമല്ലേ. അതിൻ്റെ ഇടയിലും വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മേ എന്തായിന്ന്. പിന്നെ വീട്ടിലിരിക്കുന്ന ഒരു പാനിലേക്ക് ഞാൻ അത് ചെയ്യുന്നതൊക്കെ കാരണം ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ. കാരണം ഇത് വറ്റി വരുമ്പോഴത്തേന് ഇച്ചിരിയേ കാണുള്ളൂ. ഇപ്പോൾ ഈ ഇതിൻ്റെ 4-1 ഭാഗം പോലും വറ്റി വരുമ്പോൾ കാണില്ല. ഇതെന്താ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ലിപ് ബാമിൻ്റെ കൂട്ടാണ് കേട്ടോ. കാരണം ലിഫ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് 1-2 സ്ഥലങ്ങളിൽ 1-2 വീഡിയോസിൽ കണ്ടതാണ്. എങ്ങനെ യൂസ്ഫുൾ ആവുമെന്നൊന്നും എനിക്കറിയില്ല. ഒരു പരീക്ഷണമാണ് കേട്ടോ. ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. അതാട്ടോ പറഞ്ഞത്. നമ്മൾ പയ്യെ തീയൊക്കെ ഓണാക്കി പയ്യെ നമ്മൾ കുറുക്കാൻ തുടങ്ങി കേട്ടോ. ഇത് ഇളക്കിക്കൊണ്ടിരിപ്പോൾ വലിയ സുഖമുള്ള ഏർപ്പാടല്ല. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഞങ്ങളുടേതായ ലോകത്തേക്ക് മാറി. ചേച്ചിപ്പെണ്ണ് അത് പാട്ടിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലുള്ള തുള്ളലാണ് കേട്ടോ. ഞാൻ തുള്ളിയ കൂട്ടത്തിൽ ഞാൻ വരുന്നേന്ന് പറഞ്ഞ അകലേന്ന് ഇപ്പോൾ ഒരെണ്ണം വരും കേട്ടോ. എനിക്ക് ഈ പാട്ട് കേട്ടോണ്ടല്ലോ അടങ്ങി നിൽക്കുന്ന സ്വഭാവമില്ല. അത് പണ്ടുമില്ല ഇന്നുമില്ല. പക്ഷേ ഇപ്പം ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയും തള്ള വൈബാന്ന് പറയും. അതുകൊണ്ട് വലിയ ചാട്ടമില്ല കേട്ടോ. എന്തായാലും പിള്ളേരോട് ഇടയ്ക്ക് പിള്ളേരുടെ കൂടെ ഇച്ചിരി സമയം കണ്ടെത്താൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം കളിക്കാനും പറക്കാനൊക്കെ പിള്ളേരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. പ്രത്യേകിച്ച് മറ്റുള്ള ഒരാളും കാണുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് വിഷയമില്ല. അപ്പം കിട്ടിയ അവസരം ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടി അങ്ങ് വിനിയോഗിച്ചു കേട്ടോ. അപ്പോഴത്തെ എന്താ നമ്മുടെ സാധനം വറ്റി ഇവിടം വരെ എത്തിയിട്ടുണ്ടേ. പിന്നെ വറ്റി നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആയി. കുറച്ചുകൂടി വറ്റണമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് ശരിക്കും ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ എന്തായാലും ഈ ഒരു പരിവിൽ ഞാൻ എന്തായാലും എടുക്കുകയാണ്. എന്തേരം വേണം എന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. ഫസ്റ്റ് ടൈം പരീക്ഷണമല്ലേ, പരീക്ഷിക്കുന്നത് തെറ്റില്ലല്ലോ. അതിൻ്റെ കൂടെ ഞാൻ ഉപയോഗിക്കുന്നത് വാസ്ലിനാണേ. വാസ്ലിനോ എണ്ണയോ തേനോ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പം വാസ്ലിൻ കുഴപ്പമില്ല എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ എടുത്തത്. തേനൊക്കെ കൊടുത്താൽ ചിലപ്പോൾ അത് വടിച്ച് വായിലേക്ക് ഉളുമാരി എടുക്കൂട്ടാ, കുടിക്കും, മധുരമായതുകൊണ്ടേ. അതുകൊണ്ട് ഞാൻ എന്നാൽ ഓർത്തു വാസ്ലിൻ തേക്കാന്ന് ഓർത്തു. പിന്നെ അങ്ങ് ഇളക്ക് തുടങ്ങി കേട്ടോ. ഇളക്കി എൻ്റെ ഉപ്പാട് കഴിഞ്ഞതല്ലാതെ അത് എൻ്റെ ഇതിനൊത്തു എത്തിയില്ല കേട്ടോ. അവസാനം ഞാൻ കൈയും കൊണ്ട് ഇളക്കി. അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ വാസ്ലിൻ്റെ ടിന്നിലേക്ക് തന്നെ എടുത്തു വെച്ചു. ശരിയാത്തില്ലേ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നേ. അത് കഴിഞ്ഞത് മക്കൾക്ക് ഇന്ന് നല്ല പനിയും കൂടി ആയിരുന്നു കേട്ടോ. ആവി പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. ആശുപത്രിയിലൊക്കെ ഇന്നലെ കൊണ്ടുപോയിട്ട് ഞാൻ വന്നത് നേരത്തെ എടുത്ത് വെച്ച് വീഡിയോ ആണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോഴാന്നേ ഉള്ളൂ കേട്ടോ. നല്ല പനിയായിരുന്നു. അതിൻ്റെ ഇടയിൽ വന്ന് മൂത്ത പെണ്ണ് വന്ന് ഡാൻസ് കളിച്ചിട്ട് പോയതാട്ടോ. അവളെ മാത്രം വീഡിയോ കയറ്റിയിട്ടില്ല എന്നുള്ള പരാതി തീർക്കാൻ വേണ്ടി അവൾ വന്നാണ്. അപ്പം ഞങ്ങൾ പയ്യെ അവിടെ ഇരുന്ന് ആവിയൊക്കെ പിടിച്ചു. അതിൻ്റെ ഇടയിലും അവളുടെ ഒറ്റ ചോദ്യം, അമ്മേ ലിബ ആയോ എന്നവൾ ചോദിച്ചത് കേട്ടോ അതിൻ്റെ ഇടയിൽ. പിന്നെ ഞങ്ങൾ പയ്യെ ഫ്രിഡ്ജൊക്കെ തുറന്ന് അതായോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഞാൻ എടുക്കാൻ വേണ്ടി വന്നാണേ. പയ്യെ എടുത്ത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു അമ്മിളി പറ്റിയ പോലെ എനിക്ക് ഫീലായി. കാരണം അത് കട്ടയായിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ്. അതെന്ത് സംഭവിച്ചു എന്നെനിക്കറിയില്ല. അതാണ് എൻ്റെ മുഖം വളിച്ചിരിക്കുന്നത്, നിങ്ങൾ കണ്ടോ. അതെ, ശരിയായില്ലാന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല.
അതുപോലെ തന്നെ ശരിയായില്ല ഗൈസ്. ചെറിയ കളറ് നല്ല രീതിയിൽ തന്നെ നമുക്കുണ്ടായിരുന്നു, പക്ഷേ അതത്ര സെറ്റപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അവിടെ എന്തോ ഒരു ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ? കളർ നല്ല രസമായിട്ടുണ്ട്. നല്ല എന്താ പറയുക, ഒരു നനവും നല്ല വെള്ളത്തിൻ്റെ സെറ്റപ്പും ഉണ്ട്. അതിൻ്റെ കൂടെ വലിയ എണ്ണമയം പോലെ വലിയ കാര്യമായിട്ട് എനിക്ക് വന്നില്ല കേട്ടോ. രക്തം കുടിച്ച യക്ഷിയെ പോലെ ഇല്ല എൻ്റെ ചുണ്ട് കണ്ടാൽ. എനിക്ക് തന്നെ ചിരി വന്നു കേസ്. എന്നാ ചെയ്യാനാ, അത് വായിക്കാത്തൊക്കെ കുടിച്ച് കയറ്റാൻ പറ്റും, വാസലിനാണ്ട് വായിക്കാത്തൊക്കെ ഇറക്കാനും പറ്റില്ല. എൻ്റെ ഒരു അവസ്ഥ ഇതാ പറഞ്ഞു. ഇതിലും വലിയ അബദ്ധം എനിക്ക് ഒന്നും പറ്റാൻ ബാക്കി ഉണ്ടായിരുന്നില്ല കേട്ടോ. കൊണ്ടോ ഭയങ്കര കളറ് ഗൈസ്. എന്ത് സംഭവം, അവസാനം വായിക്കകത്തുനിന്നൊക്കെ തൂത്ത് കളയേണ്ട അവസ്ഥ വന്നെനിക്ക്. അതാ ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല. ഇത് എനിക്ക് ശരിയായില്ല. ഞാൻ കണ്ണിൻ്റെ മേളിലൊക്കെ ചെറിയ മസ്കാര പോലെ യൂസ് ചെയ്യാൻ പറ്റും നോക്കി, പക്ഷേ അതിനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. കാരണം വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന അത്ര മോശം സാധനങ്ങളൊന്നും ഇല്ല. ഒന്ന് ബീട്രൂട്ടാണ്, നമുക്ക് ഫുഡ് സംബന്ധമായി കാരണം വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ മസ്കാരയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. അത് അത്യാവശ്യം ലാസ്റ്റിംഗ് ആണ്. ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു, അത്യാവശ്യം ലാസ്റ്റിങ് നമുക്കുണ്ട്, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ കിട്ടി. പക്ഷേ ചുണ്ടയിൽ ആദ്യം ഈ രക്തം കുടിച്ച യക്ഷിയുടെ അവസ്ഥയായിരുന്നു. ഇപ്പം കുഴപ്പമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇത് വൈപ്പ് ചെയ്തൊക്കെ മാറ്റി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ എനിക്ക് കിട്ടി. ഒരു അത്യാവശ്യം കളറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞിപ്പണി, ഇതായിരുന്നു മെയിൻ ആൾ എന്നോട് ചോദിച്ച ആൾ. ഞാൻ അതുകൊണ്ട് അവൾക്ക് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് കൊടുത്തിട്ടും ഇതേ അവസ്ഥയായിരുന്നു, രക്തം കുടിച്ച യക്ഷിയുടെ അവസ്ഥ. എന്തൊരു കലികാലം അല്ലേ. എന്തായാലും ഇട്ട് കൊടുത്തു, ഞങ്ങൾ ഹാപ്പിയാണ്, അവളും ഹാപ്പിയാണ്, സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താവെന്ന് അറിയില്ല. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എന്നെപ്പോലെ എന്തെങ്കിലും കാണിച്ചു വിട്ടാൽ അത് വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരുപാട് സ്നേഹം, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും. നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.